നവകേരള ബസ്സിനെതിരെ വീണ്ടും വ്യാജ പ്രചാരണവുമായി മാധ്യമങ്ങൾ. ആദ്യ യാത്രയിൽ ബസ്സിന്റെ വാതിൽ തകർന്നെന്ന നിലയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിപ്പിക്കേണ്ട എമർജൻസി സ്വിച്ചിൽ യാത്രക്കാരൻ വിരലമർത്തിയതോടെ വാതിൽ തുറന്നതാണ് വാതിൽ തകർന്നെന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, ഈ നവകേരള സദസ്സിൻ്റെ ആദ്യ ദിവസത്തെ യാത്രയെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് ആ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി വണ്ടി ഒന്ന് നിർത്തിയത് വലിയ വാർത്തയായി. ആദ്യ യാത്രയിൽ തന്നെ യന്ത്ര തകരാർ എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊണ്ട് ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും നവകേരള സദസ്സ് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ സർവീസ് ആരംഭിച്ചപ്പോൾ വീണ്ടും നുണപ്രചാരണവുമായി എത്തുകയാണ്. ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പൊതുജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? ആ വിധത്തിലാണ് കാര്യങ്ങൾ. പ്രധാനമായും ഈ ബസ് യാത്ര തുടർന്നത് മുതൽ ഇത്തരത്തിൽ ഏതെങ്കിലും കാരണങ്ങൾ ഈ ബസ്സിനെതിരെ പ്രചരിപ്പിക്കാനുണ്ടോ എന്ന് തിരക്കുകയായിരുന്നു മാധ്യമങ്ങൾ എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പിന്നീട് വന്ന വാർത്തകൾ. ആദ്യ സർവീസ് തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസിന്റെ വാതിൽ തകർന്നു, വാതിൽ കെട്ടിവെച്ച് ബസ് യാത്ര തുടർന്നു എന്ന വിധത്തിലാണ് വ്യാജ വാർത്തകൾ വ്യാപകമായി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള കാരണങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വസ്തുത അന്വേഷണം ഈ പല മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ലളിതമായി ഏതൊരു ബസ്സിനും ഇത്തരത്തിൽ സംഭവിക്കാവുന്ന ലളിതമായൊരു പ്രശ്നമാണ് വാതിൽ തകർന്നു എന്ന വിധത്തിൽ നവകേരള ബസ്സിനെതിരെ നടത്തുന്ന ഈ ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങളുടെ തുടർച്ചയായി മാധ്യമങ്ങൾ ഇന്ന് ആഘോഷിച്ചത്. എന്നാൽ ഈ വാതിലിന് മെക്കാനിക്കൽ തകരാറുകൾ ഒന്നും തന്നെ ബസ്സിനാകെയും വാതിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നില്ല എന്നാണ് KSRTC ഇത് സംബന്ധിച്ച് നമുക്ക് നൽകുന്ന വിശദീകരണം. യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ബസ്സിലെ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനായി അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അടിയന്തരമായി യാത്രക്കാരുടെ സുരക്ഷിതത്വം മുൻനിർത്തി പ്രവർത്തിപ്പിക്കേണ്ട സ്വിച്ച് ഒരു യാത്രക്കാരൻ അബദ്ധത്തിൽ അമർത്തിയതോടുകൂടി ഈ ഡോറ് മാനുവൽ മോഡിലേക്ക് മാറുകയും അത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസം വരികയും മാത്രമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. ബത്തേരിയിൽ എത്തിയ ഉടൻ തന്നെ ഡോറിന്റെ ഇമ്പൾസ് വാൽവ് റിസെറ്റ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതിന് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ ബത്തേരി ഗ്യാരേജിലേക്ക് ബസ് കൊണ്ടുപോയി അതിന്റെ ഈ ഇത്തരത്തിലുള്ള ലളിതമായ ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് അപ്പോൾ തന്നെ ഈ ബസ് ബത്തേരി ഡിപ്പോയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ ഈ വാതിൽ പൂർണ്ണമായി തകർന്നു, ആദ്യ യാത്രയിൽ തന്നെ ഈ ബസ്സിന് എന്തോ പണി കിട്ടി, അത് വലിയ ഒരു സുരക്ഷാ പ്രശ്നം ഈ ബസ്സുണ്ട് എന്ന വിധത്തിലാണ് പല മാധ്യമങ്ങളും തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ വാർത്തകൾ നൽകിയത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ബസ്സിനില്ല, മെക്കാനിക്കൽ തകരാറുകളൊന്നും തന്നെ ഈ ബസ്സിനില്ല. പൂർണ്ണ സാങ്കേതിക സജ്ജമായാണ് ഈ ബസ് ആദ്യ യാത്ര അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസുകൾ ആരംഭിച്ചത്. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത്. പുലർച്ചെ 4 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് 11:30 ബാംഗ്ലൂരിൽ എത്തുന്ന വിധത്തിലാണ് അതിന്റെ യാത്രാ സജ്ജീകരണം. ഏതായാലും ഈ KSRTC തന്നെ ഇക്കാര്യം സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ ലളിതമായി ഒരു പ്രശ്നമാണ് ഈ വിധത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നാണ്. അനൂപ്, ഈ ബത്തേരിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. എമർജൻസി വാതിൽ പ്രവർത്തിപ്പിക്കേണ്ട സ്വിച്ചിൽ യാത്രക്കാരൻ അറിയാതെ വിരലമർത്തിയപ്പോൾ അത് മാനുവലായി മാറുകയും ചെയ്തു. അത് പരിഹരിക്കാൻ എടുത്ത ഒരു സ്വാഭാവികമായ കുറച്ച് സമയം, അതാണ് വലിയ തരത്തിൽ ഒരുപക്ഷെ ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ഇത് സംബന്ധിച്ച് മറ്റാരോടെങ്കിലും സംസാരിച്ചതുമാകാം. അതായിരിക്കാം ഈ വാർത്തയ്ക്ക് ആധാരമായി മാറുകയും ചെയ്തത്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം ഈ മാധ്യമങ്ങൾ ഈ ബസ്സിൻ്റെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ ഈ ബസ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ബസ്സാണ്. അതിലൊരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ലിഫ്റ്റ് അടക്കമുള്ള വലിയ എന്തൊക്കെയോ ആഡംബരമുള്ള ബസ്സാണെന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിൽ ഒരു ബാംഗ്ലൂരിലേക്ക് ഒരു സർവീസ് ആരംഭിക്കുക, പ്രീമിയം എന്ന തരത്തിൽ ബസ്, ഗരുഡ പ്രീമിയം എന്ന തരത്തിൽ ബസ് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നിട്ടും ബസ്സിനെ വിടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മനോവൈകല്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഈ മനോവൈകല്യത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ വാർത്ത? ആരെങ്കിലും ബസ്സിലിരുന്ന ഏതെങ്കിലും യാത്രക്കാരനാണോ ഇത് സംബന്ധിച്ച് പറഞ്ഞതെന്നാണോ ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്? അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഈ ബസ്സിൽ യാത്ര ചെയ്തവരുടെ ഭാഗത്തുനിന്നോ ആരുടെയും ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഴ്സിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവകേരള സദസ്സിന് ശേഷം ബസ് റെഗുലർ സർവീസിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മുതൽ ഈ ബസ്സിനെതിരെയുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ച ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ
മാധ്യമങ്ങൾ തുടരുകയായിരുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായും ഇത്തരത്തിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾക്കും മുൻതൂക്കം നൽകിയാണ് പുഷ് ബാക്ക് സീറ്റുകളും ഉൾപ്പെടെ ശൗചാലയം ലിഫ്റ്റും ഒക്കെ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തി ഈ വിധത്തിൽ ബസ് യാത്രയ്ക്കായി ക്രമീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ലളിതമായ പ്രശ്നമാണ്. അത് ഇമ്പൾസ് വാൽവിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അത് ഈ ഏതെങ്കിലും വിധത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം മുൻനിർത്തിയുള്ള എമർജൻസി എക്സിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് സ്വാഭാവികമായും അബദ്ധത്തിൽ അമർന്നാൽ അത് മാനുവൽ മോഡിലേക്ക് മാറുകയും പിന്നീട് അത് റിസെറ്റ് ചെയ്താൽ മാത്രമേ ഈ ഡോറ് പഴയ രീതിയിൽ ക്രമീകരിക്കാനും സാധിക്കൂ. അതിൽ ആ ജീവനക്കാർക്ക് അല്പം പരിചയക്കുറവ് ഉണ്ടായിരുന്നുകൊണ്ട് കുന്നമംഗലത്ത് എത്തിയപ്പോഴാണ് ഈ ബസ് ഇത്തരത്തിലുള്ള ചെറിയൊരു പ്രശ്നം ഈ ബസ്സിന് ആദ്യമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് അടുത്ത ഡിപ്പോ ബത്തേരി ജില്ലാ ഡിപ്പോയാണ്. ആ ഡിപ്പോയിൽ സാങ്കേതിക വിദഗ്ധന്റെ ഒരു സഹായം അതിനാവശ്യമായി വന്നു. മിനിറ്റുകൾ കൊണ്ട് ബത്തേരിയിലെത്തി ഗ്യാരേജിലേക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഇമ്പൾസ് വാൾവ് റിസെറ്റ് ചെയ്തു. അത് ആ വിധത്തിൽ ക്രമീകരിക്കുകയും പിന്നീട് ബാംഗ്ലൂരിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ പ്രചാരണങ്ങൾ ഇതായിരുന്നു. ആദ്യ യാത്രയിൽ ഈ ബസ്സിന് കാര്യമായ തകരാറുണ്ട് എന്ന വിധത്തിലായിരുന്നു ഈ വ്യാജവാർത്തകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടം മുതൽ നവകേരള ബസ്സിനെ ചൊല്ലിയുള്ള ഈ വിവാദങ്ങൾ, അത് മാധ്യമങ്ങൾ ഉയർത്തിയ പല വിവാദങ്ങളും അത് അപ്രസക്തമാവുകയും അത് ജനം തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വാദത്തിൽ തന്നെ ആ നിലപാടിൽ തന്നെ മാധ്യമങ്ങൾ തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ബസ്സിനെതിരെ ഉണ്ടായിട്ടുള്ള വ്യാജ പ്രചാരണവും. ഏതായാലും അനൂപ്, ഈ ബസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVയേക്കാൾ കാര്യക്ഷമമായി കേരളത്തിലെ മാധ്യമങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയും. സദാസമയവും നവകേരള ബസ്സിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബസ് 2:30-നാണ് ബാംഗ്ലൂരുവിൽ എത്തിച്ചേരും എന്നുള്ളത് നേരത്തെ റൂട്ട് അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ബസ് യാത്ര തുടരുന്നുണ്ട്, 2:30 തന്നെ ബാംഗ്ലൂരിൽ എത്തിച്ചേരും. തീർച്ചയായും ആ സമയ ക്രമീകരണം കർശനമായി പാലിച്ചുകൊണ്ട് സർവീസ് നടത്തുക എന്നതാണ് KSRTCയുടെ തീരുമാനം. പുലർച്ചെ 4-ന് കോഴിക്കോട് ടെർമിനലിൽ നിന്ന് ഈ ഗരുഡ പ്രീമിയം സർവീസ് ആരംഭിച്ചു. 11:30 ബാംഗ്ലൂരിൽ എത്തും. ഉച്ചയ്ക്ക് 2:30 ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് രാത്രി 10-ന് കോഴിക്കോട്ടേക്ക് എത്തുന്ന വിധത്തിലാണ് യാത്രാ ക്രമീകരണം. താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ വഴിയാണ് ഈ ഗരുഡ പ്രീമിയം സർവീസ് നടത്തുന്നത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള ബസ്സിനെ കുറിച്ച് വീണ്ടും വ്യാജ പ്രചാരണവുമായി മാധ്യമങ്ങൾ. ആദ്യ യാത്രയിൽ ബസ്സിൻ്റെ വാതിൽ തകർന്നെന്ന നിലയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്.